ചോദ്യം. ഗൃഹസ്ഥർക്ക് ദീക്ഷ എടുക്കാവോ? ഗൃഹസ്ഥർക്ക് ദീക്ഷാ മാർഗത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ക്രമീകരണം രാജയോഗയുടെ ദീക്ഷ നൽകാറുണ്ട്. എന്നാൽ അതിൻ്റെ മുൻപ് തന്നെ ചില ക്രമീകരണ സാധനങ്ങൾ അഭ്യസിച്ചതിന് ശേഷമാണ് അത് കൊടുക്കുന്നത്. പൂർണ്ണ ബ്രഹ്മവിദ്യയുടെ ദീക്ഷയല്ല, ഗൃഹസ്ഥ സന്യാസത്തിനുള്ള ദീക്ഷ നൽകും. എടുക്കുന്നതിന് പ്രശ്നമില്ല, ആ ജിജ്ഞാസ ഉണ്ടെങ്കിൽ. അടുത്ത ചോദ്യം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കണോ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊരു ധാർമ്മികമല്ല. നിങ്ങൾ ഇത് ചെയ്യണം, മത്സ്യമാംസം കഴിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, അങ്ങനൊന്നും ആരും പറയുന്നില്ല. സിദ്ധപരമ്പരയിൽ ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള ഒന്നിനെ ഉപേക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ഒന്നിനെയും തന്നെ കളയാൻ വേണ്ടി ആരും പറയുന്നില്ല. എന്നാൽ ധ്യാനം പരിശീലിക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് കാറ് വെക്കാനോ വീടെടുക്കുവാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൻ്റെ ഈ ഭൗതിക കാഴ്ചപ്പാടിൻ്റെ ക്രമീകരണമല്ലാതെ നിങ്ങൾക്ക് കുറച്ചുകൂടും ഉയർന്ന രീതിയിൽ ഈ സൃഷ്ടിയെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ സൃഷ്ടിയെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ധാരണ സംഭവിക്കണം. ധാരണ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കമ്പനം സംഭവിക്കണം. നിങ്ങളുടെ ആധാരചക്രങ്ങൾ ഓരോന്നും ഉയർന്നുയർന്ന് ആജ്ഞയുടെ ബിന്ദു ചക്രം തുറന്ന് അവിടെ നിങ്ങൾ കുറേ നേരം ലയിച്ചിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഉയർന്ന പ്രജ്ഞ എന്ന് പറയുന്നൊരവസ്ഥ സംഭവിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യാഹാര എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കടക്കുന്നുള്ളൂ. അതിനെന്ത് ചെയ്യണം? അന്നമയ കോശം എപ്പോഴും ശുദ്ധമായിരിക്കണം. കുറേ നേരം കമ്പനം കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ആഹാര ക്രമീകരണങ്ങളും ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ക്രമീകരണത്തിലേക്ക് കടക്കണം. കൂടുതൽ നില കമ്പനം കൊള്ളണമെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെയാണ്. എന്നാൽ അത് നിർബന്ധമല്ല, അതൊരിക്കലും നിർബന്ധമുള്ളതല്ല. നിങ്ങളുടെ തന്നെ ആത്മീയ അനുഭൂതിയിലൂടെ തന്നെ നിർത്തും. ഇപ്പം എൻ്റെ അരികിൽ വന്നിട്ടുള്ള കുറേ ആളുകളെ എനിക്കറിയാം. അവരൊന്നും നിർത്തണമെന്ന് പറഞ്ഞിട്ടല്ല, തന്നെ നിർത്തി പോവുകയാണ്. അതൊരിക്കലും നിർബന്ധം. അതാണ് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അവിടെ നിങ്ങളാണ് ഒരു ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടെന്ന് വെച്ചാൽ എന്ത് കഴിക്കണമെന്നുള്ളത് നിങ്ങളുടെ നാക്കല്ല തീരുമാനിക്കും. നിങ്ങളുടെ വിവേകം സംസാരിക്കും നിങ്ങളോട്. ആ വിവേകം നിങ്ങളെ കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കിപ്പിക്കാൻ സമ്മതിക്കും. ആ രീതിയിലാണ് അതിൻ്റെയൊക്കെ അവസ്ഥ. അടുത്ത ചോദ്യം. ഗുരുജിയുടെ വീഡിയോയിൽ ഗുരുജി ഈ ശരീരവും മനസ്സും ഗുരുജിയുടെ അല്ല എന്ന് പറയുന്നു. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വല്ലാത്തതായിപ്പല്ല. ഞാൻ ഗുരുജിയുടെ അല്ല എന്നല്ല പറയുന്നത്. ഈ ശരീരവും മനസ്സും നമ്മളാന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. ഗുരുജിയുടെ അല്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടും ഇതാവത്തേ ഉള്ളൂ. എപ്പോഴും ഞാൻ ഈ ശരീരവുമല്ല, ഞാൻ ഈ മനസ്സുമല്ല എന്നാണ് യോഗ പഠിപ്പിക്കുന്നത്. അത് ഈ ഭാരതത്തിൻ്റെ ഒരു അടിസ്ഥാന രീതി ഇങ്ങനെയാണ്. ഈ സംസ്കാരം നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത്. ഈ ഭാരതത്തിലുള്ള ഓരോ ഹിന്ദുവിനോടും ചോദിച്ചാൽ മതി, മോക്ഷം എന്ന് പറഞ്ഞാൽ അല്ലെ മുക്തി എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അറിയാം. ഈ നാട് ലിബറേഷൻ്റെ ആണ്. അപ്പം നമ്മൾ ഈ ബോഡിയും മൈൻഡും അല്ല എന്നുള്ളത്. മരിച്ച ശേഷം പോയി എന്ന് നമ്മൾ പറയുന്നു. എവിടെ പോയി? നമ്മളെപ്പോഴും ആത്മാവിനെ കാണുന്നത് ഒരു ജനന മരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒന്നായിട്ടാണ്. അപ്പോൾ ഇത് കാർമിക്കാണ്, കർമ്മ പശ്ചാത്തലത്തിലുള്ളതാണ്. അപ്പം വേറൊരു ശരീരം എടുക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു, വീണ്ടും വാസന കർമ്മത്താൽപ്പെട്ട് വീണ്ടും ഒരു ജന്മം എടുക്കുന്നു. ഇങ്ങനെ ജന്മചക്രത്തിൽ കടന്ന് കറങ്ങുന്നു. ഒരു കോമാ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ ജന്മത്തിൽ വരുമ്പോൾ വീണ്ടും വാസന കർമ്മത്താൽ ഏർപ്പെട്ടു പോകുന്നു. അപ്പം ആരും ഈ ശരീരവും മനസ്സുമല്ല. അത് ഞാൻ ഈ ശരീരവും മനസ്സുമല്ല എന്ന് ബോധ്യം വരുന്നത് എപ്പോഴാണ്? മനസ്സിനുപരി തന്നെ. മനസ്സിനൊരിക്കലും ജ്ഞാനത്തെ നമുക്ക് സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവും ഒരു ടീച്ചറും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന്. ഒരു ടീച്ചർ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട അറിവാണ് പഠിപ്പിച്ച് നൽകുന്നത്. ആ അറിവ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതേപോലെ തന്നെ പരിശീലിച്ച് നമ്മളോട് എത്തുകയാണ്. എന്നാൽ അത് നമുക്ക് ഭൗതികപരമായി കിട്ടുന്ന ഒന്നാണ്. എന്നാൽ വിവേകം അങ്ങനെ നമുക്ക് പറഞ്ഞു നൽകാൻ പറ്റുന്ന ഒന്നല്ല. അത് പറഞ്ഞാൽ മനസ്സിന് മനസ്സിലാവുകയുമില്ല. വിവേകം തന്നെ സംഭവിക്കുന്നതാണ്. ആത്മജ്ഞാനം, ഇൻറ്റ്യൂഷൻ എന്ന് പറയും, അല്ല അന്തർജ്ഞാനം. അത് സൃഷ്ടിയുടെ അറിവാണ്. അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് മറിച്ചൊരു ചോദ്യമില്ല ആരോടും. ഇപ്പം ഒരു ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ചോദ്യത്തിനോ അല്ലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ച് നൽകുമ്പോൾ നമുക്കതിനോട് ചോദ്യമുണ്ടാവും, എന്താണ് അതിൻ്റെ എന്നുള്ളത്. പക്ഷേ നമ്മൾ പർട്ടിക്കുലറായി സാധന ചെയ്ത് നമ്മൾ പോകുന്ന സമയം നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന ജ്ഞാനമാണെങ്കിൽ
അവിടെ മറ്റുള്ള ആരോടും നമുക്ക് ധരിപ്പിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവിക്കുകയാണ് ആ ഒരു അന്തർജ്ഞാനം. ആ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ ബോഡി മൈൻഡ് അല്ല. അതിപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ കൺഫ്യൂഷനായി പോകത്തേ ഉള്ളൂ. സാധന ചെയ്യുമ്പം ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നും പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഒന്നാന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അടുത്ത ചോദ്യം. ഞാൻ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മാനസികപരമായി എനിക്ക് പിടിമുറുക്കം സംഭവിക്കുന്നു. അത് ദൃഷ്ടിദോഷം കൊണ്ടാണോ? എപ്പോഴും കണ്ണ് പ്രാക്ക് എന്ന് പറയുന്നത് ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ നമ്മളെ കൂടുതൽ ആത്മീയതപരമായി ആക്കുകയല്ല, കുറച്ചുകൂടി കൺഫ്യൂഷനിലാക്കി തീർക്കത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടൊരു കാര്യം ചെയ്തു, ഒരു ഫോട്ടോ ഇട്ടു, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോണ്ട. ഈ ജീവിതത്തിൽ ഈ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ നേരിടുക. നമ്മുടെ മെൻ്റൽ ഗ്രോത്ത് എന്തുമാത്രമായെന്ന് നമുക്ക് തന്നെ അറിയുവാൻ പറ്റും. എപ്പോഴും ഒരു കൺഫേം സോൺ മാത്രം പറഞ്ഞിരിക്കല്ലോ ജീവിതത്തിൽ. കുറച്ചുകൂടി അൺകൺഫേർട്ട് സോണും ആവണം നമുക്ക്. പ്രയാസങ്ങൾ വരുമ്പോൾ നേരിടണം. അങ്ങനെ ഫോട്ടോസ് ഇട്ടെന്നോ അതൊന്നും നമ്മൾ ഒരിക്കലും തളരാൻ പോകരുത്. ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാനായിരിക്കണം, തയ്യാറായിരിക്കണം. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം. രാത്രി കിടന്നുറങ്ങുമ്പോൾ മരണം സംഭവിക്കുന്നതായി കാണുന്നുണ്ട്. അത് എനിക്ക് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? എന്തായാലും ഈ ചോദിച്ച ആളുടെ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ അയാൾ കൂടുതൽ ഭയപ്പാടിലേക്ക് കടക്കത്തതേ ഉള്ളൂ. എപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂറെ അറിയുന്ന ഒരു രീതിയുണ്ട്. ഇന്നത്തെ പുതിയ സയൻസിൻ്റെ ഇതിൽ പോലും പറയുന്നുണ്ട്. നമുക്ക് തെളിപ്പതിയും പോലുള്ള കാര്യങ്ങളൊക്കെ പലരും അംഗീകരിക്കുന്നുമുണ്ട്. സൃഷ്ടിയും നിങ്ങളും തമ്മിലൊരു തെളിപ്പതി സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കർമ്മവും പ്രാരാബ്ധവും സഞ്ചിതവും തമ്മിലൊരു ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില രീതിയിൽ അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. മരണം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നല്ല. സ്വർഗലോകം കണ്ടിട്ടില്ലെങ്കിലും മരണമുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഈശ്വരനെ അന്വേഷിക്കാതെ മരണത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ അറിയാൻ പറ്റുമെന്നുള്ളത് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മണ്ടയ്ക്കോട്ട് നോക്കിയിട്ട് ദൈവത്തെ നോക്കണ്ട. സ്വന്തം ജീവിതത്തിൽ മരണത്തിന് ശേഷം എന്തെന്നുള്ളത് ചോദിക്കുക. നിങ്ങളൊരു ആത്മീയപരമായി വളരാൻ പോകുന്ന അതിനുള്ളൊരു സൂചനയാണിത്. അതിലുറച്ചു നിൽക്കുക, അതിനെ ഭയപ്പെടാതിരിക്കുക. മരണം എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ ഭയപ്പെടുകയല്ല, അതിനെ നമ്മൾ കൂടുതൽ തേടണം. മരണം എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ എന്താണെന്ന് അറിയാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് മരണത്തിന് ശേഷവും നിങ്ങൾ അതിജീവിക്കുന്ന ഒന്നാന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കണം. എന്നാൽ മാത്രമേ സ്വതന്ത്രത അറിയുന്നുള്ളൂ നിങ്ങൾ. അല്ലാതെ മരണത്തെ പേടിച്ച് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എടുക്കാൻ പോകാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ജന്മചക്രത്തിൽ നിന്നുള്ള ഒരു മോചനം, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വതന്ത്രത, ആ ഫ്രീഡം, എല്ലാത്തിൻ്റെ ഫ്രീഡം, മരണത്തെയോ ജനനത്തെയോ ഒന്നും ഭയപ്പെടാതെ, എന്നാൽ മെറ്റീരിയലായിട്ടുള്ള പണത്തെയോ ബന്ധത്തെയോ ഒന്നും ഭയപ്പെടാതെ യഥാർത്ഥ ഒരു സ്വതന്ത്രമാണ് നിങ്ങളുടെ സോള്. അതിനെ റിയലൈസേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ചിന്തയായി മാത്രം കാണുക മരണത്തെ. അല്ലാതെ വേറെ നഷ്ടങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതെ. എന്തുകൊണ്ടാണ് മരണത്തെ പേടിക്കുന്നത്? ബന്ധം, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, പണം, എല്ലാം, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം അവസാനിക്കുന്നു. ഒരു വിഭ്രാന്തിയിലാണ്. ഈ വിഭ്രാന്തിയാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ അല്ല. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തെ സ്വതന്ത്രതയാണ്. ആ തിരിച്ചറിവിനെയാണ് അറിയാൻ ഞാൻ പറയുന്നത് എപ്പോഴും. ആ തിരിച്ചറിവ് അറിഞ്ഞാൽ അതൊരു സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ്. അതിനെ കൈവരിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ചിന്തകൾ വരുമ്പോൾ. അടുത്ത ചോദ്യം. ഗുരുജിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം മാർഗം നമ്മുടെ തന്നെ വെബ്സൈറ്റിൽ നമ്മൾ അതിനേക്കുള്ളൊരു മാർഗമാണ് ഒരുക്കിയിരിക്കുന്നത്. കർമ്മമുക്തി ക്രിയയും ശക്തി മാനിഫെസ്റ്റേഷനും അറുമുഖ ക്രിയയും കംപ്ലീറ്റ് ചെയ്തവർക്ക് തന്നെ എന്ത് ചെയ്യും, അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടും എന്താണ് എത്തണ്ടേന്നുള്ളത്. അപ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത്
നിങ്ങളും ഞാനും തമ്മിൽ സൃഷ്ടിക്കുന്ന, ഇപ്പം എനിക്കറിയാത്ത പല ആൾക്കാരും എന്നെ അറിയുന്നുണ്ട്. ഇപ്പം ഈ ചോദ്യം ചോദിച്ചവരൊന്നും തന്നെ എനിക്കറിയില്ല, പക്ഷെ അവർക്ക് എന്നെ അറിയാം. കുറച്ച് കഴിയുമ്പം ഇവരെൻ്റെ ശിഷ്യരാണെങ്കിൽ എൻ്റെ അരികിലേക്ക് തന്നെ എത്തും. തന്നെ എത്തും. അതിനുള്ള സാധനയാണ് ഈ മാർഗങ്ങളെന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പം തന്നെ സൂക്ഷ്മതലത്തിൽ തന്നെ നമ്മൾ ബന്ധപ്പെടും. ആ ബന്ധം കൊണ്ട് ശിഷ്യത്വം തന്നെ സംഭവിക്കും. അത് പിന്നെ അതൊരു സൂക്ഷ്മമായിട്ടുള്ള രഹസ്യമാണ്. തന്നെ വന്ന് സംഭവിക്കുന്നൊരു പ്രക്രിയയാണ്. അല്ലാതെ ഭൗതിക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലോ നാളെ വന്നാൽ നമ്മൾ ശിഷ്യനാക്കാം എന്നുള്ള രീതിയിലല്ല അത്. ഗുരുശിഷ്യ ബന്ധം മാതാവിൻ്റെയും പിതാവിൻ്റെയും എല്ലാത്തിൻ്റെയും ബന്ധത്തേക്കാൾ, കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതമാണ് ഗുരുശിഷ്യ ബന്ധം. അപ്പോൾ അത് സൂക്ഷ്മ രീതിയിൽ കാർമിക് പശ്ചാത്തലത്തിൽ ചില ബന്ധനങ്ങളൊക്കെ വിട്ടുവീഴുമ്പം തന്നെ സംഭവിക്കുന്നൊരു പ്രക്രിയയാണ്. അതിനുള്ള മാർഗമാണ് ഞാൻ നൽകുന്ന സാധനങ്ങൾ ചെയ്തു പോവുക. അതിലൂടെ നിങ്ങൾക്ക് അത് വേണം എന്ന് തോന്നുമ്പോൾ തന്നെ സംഭവിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം. 4 വർഷമായി ഞാൻ സാധന ചെയ്യുന്നുണ്ട്. നല്ല ആത്മീയ അനുഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ ഇൻറ്റൻസീവ് ആയി സാധന തയ്യാറാവുമ്പോൾ സെക്ഷൽ ടെൻഡൻസി വരികയും അതിൽ ഏർപ്പെടുകയും കഴിയുമ്പോൾ മാനസികപരമായി വളരെയധികം നിരാശ അനുഭവപ്പെടുന്നു. അതിന് മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സാധന അഭ്യസിക്കുന്നവരിൽ പലരിലും കാണുന്നൊരു രീതിയാണത്. സ്വാധിഷ്ഠാനയുടെ 2 രീതിയാണ്. ഒന്ന്, ഇതിനെ മറികടന്നാൽ, സ്വാധിഷ്ഠാനെ നമ്മൾ കുറച്ചുകൂടെ ഉയർത്തിയാൽ നമ്മൾ പിന്നെ 7ാം ചക്രത്തിലാണ് എത്തി നിൽക്കുന്നത്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ നിങ്ങളിൽ സംഭവിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്വാധിഷ്ഠാന മറികടക്കാൻ കുറച്ച് പാടാണ്. അതിന് ഗുരുമുഖത്തോട് തന്നെ സാധന അഭ്യസിക്കണം. അത് കുറച്ച് കർമ്മ പശ്ചാത്തലം കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു അവസ്ഥ. നമുക്ക് തന്നെ അറിയാം അതിനെ മറികടന്നാലാണ് അടുത്തൊരു ക്രമീകരണത്തിലേക്ക് എത്താൻ പറ്റുന്നതെന്നുള്ളത്. എന്നാൽ അതൊരു തടസ്സവുമാണ്. അതിനെ മറികടക്കാൻ എപ്പോഴും തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആത്മീയപരമായി വളരണമെങ്കിൽ ഈ ഊർജം കൂടി, ആ കാമ ഊർജം കൂടി നമുക്ക് കുറച്ചുകൂടി ഉയർത്താനുണ്ട്. അത് പുറത്തേക്ക് പോകുമ്പം അത് നിങ്ങൾക്ക് ശ്രേഷ്ഠതയെ ഗ്രഹിക്കാൻ പറ്റില്ല. ശ്രേഷ്ഠതയെ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ എപ്പോഴും കാമ ഊർജം പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മീയത ആ ഊർജത്തെ ഉയർത്തി ഇവിടെ നിർത്തിയാൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ചെയ്യുന്ന സാധനയിൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തണം. അതിനുശേഷം സ്വാധിഷ്ഠാനെ മറികടക്കാനായിട്ടുള്ള സാധന പാഠ്യപദ്ധതികൾ നമ്മൾ ചെയ്തു തുടങ്ങണം. പിന്നെ ഈ സെക്ഷൽ ടെൻഡൻസി അല്ലെ സെക്ഷലി ഉണ്ടാകുന്ന ഒരു ആദ്യം എന്താ സംഭവിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്. എപ്പോഴും ചിന്തകളാണ് വികാരത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചിന്തകളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിന്തകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ വികാരങ്ങൾ നമ്മൾ പിടിപെട്ടില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ആക്ഷൻ എടുക്കില്ല, പ്രവൃത്തി എടുക്കില്ല. അപ്പോൾ ചില രീതിയിൽ ഇത് വരുമ്പോൾ, ഈ ചിന്ത വരുമ്പോൾ തന്നെ നമഃശിവായ 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 മന്ത്രം ജപിക്കുക, അല്ലെ കുറച്ച് നേരം ധ്യാനത്തിനിരിക്കുക, അല്ലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അങ്ങനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി അതിനെ മറികടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അനുഗ്രഹവും സംഭവിച്ചിരിക്കും. ഇനി അവസാനമായി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ശിവരാജയോഗയുടെ മാർഗം തന്നെയാണോ ആത്മമുക്ത ക്രിയ? അറുമുഖക്രിയ ശിവരാജയോഗിക്ക് മുൻപുള്ള ആദ്യ പടിയാണ്. കർമ്മമുക്തിക്രിയയും ശക്തി മാനിഫെസ്റ്റേഷനും അറുമുഖക്രിയയും ഒരൊറ്റ മാർഗം തന്നെയാണ്. അത് ആദ്യ തുടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. അത് 90 ദിവസം അതിലൊരു മുദ്രയുണ്ട്, ശക്തി മുദ്ര. അത് പരിശീലിച്ച് കഴിയുമ്പം ബ്രാഹ്മി 21 ഡേയ്സിൽ ഞാൻ ദീക്ഷാ പ്രക്രിയകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം അതിലേക്കുള്ളൊരു മാർഗമാണ് അറുമുഖക്രിയ. ശിവരാജയോഗിയുടെ പരമ്പരയിൽ വരുന്ന തന്നെ ഒരു മാർഗമാണ് അറുമുഖക്രിയയും.
ഇത്രയേ ഉള്ളൂ ചോദ്യം. ഇത്രയേ ഉള്ളൂ വന്നിട്ടുള്ളൂ. ശരി, അപ്പം എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ആ രീതിയിൽ ഇനി നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. നമസ്കാരം.